മനുഷ്യപ്പറ്റിന്റെ രാഷ്ട്രീയം എന്ന പ്രയോഗം മുന്നോട്ട് വെക്കുന്നത് കേവലം ഒരു പ്രമേയമായ വാചകമായിട്ടല്ല, വർത്തമാനകാല രാഷ്ട്രീയ സാമൂഹിക വിചാരങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ആധുനിക കാലത്ത് ഇന്ത്യ മഹാരാജ്യത്ത് അപരവൽക്കരണത്തിന്റെയും അന്യവൽക്കരണത്തിന്റെയും പേരിൽ പല വിചാരങ്ങളും കടന്നു വരുമ്പോൾ അതിനെ നയപരമായി പ്രതിരോധിക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് കഴിയണമെങ്കിൽ നമ്മൾ ഒന്നിച്ചു നിന്നതിന്റെ മൂല്യങ്ങളെ വീണ്ടെടുക്കാനും ഒരുമിച്ച് മുന്നോട്ട് പോകാനുമുള്ള സമഗ്രമായ വിചാരങ്ങളും സംഘാടനങ്ങളും ഉണ്ടാവണം. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാനവ സഞ്ചാരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികൾ പ്രാക്ടിക്കൽ മുസ്ലിമുകളും പ്രാക്ടിക്കൽ ഹിന്ദുക്കളും അല്ലെങ്കിൽ പ്രാക്ടീസിംഗ് ക്രിസ്ത്യാനികളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ മതത്തിൽ നിന്ന് അന്യമായി നിന്ന നാമമാത്രമായ മുസ്ലിങ്ങളായിരുന്നില്ല, നാമമാത്രമായ ക്രൈസ്തവ സഹോദരന്മാരായിരുന്നില്ല, നാമമാത്രമായ ഹൈന്ദവ സഹോദരന്മാരായിരുന്നില്ല. സാക്ഷാൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പോലും ഒരു പ്രാക്ടീസിംഗ് സമ്പൂർണ്ണ ഹിന്ദു സഹോദരനായിരുന്നു. അങ്ങനെ നിന്നുകൊണ്ടാണ് അലി പ്രദേശിനെ ചേർത്തു പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഡൽഹിയിൽ ചെന്നാൽ മഹാത്മാഗാന്ധിക്ക് താമസിക്കാൻ ബിർള ഹൗസ് എപ്പോഴും തുറന്നു കിടക്കുകയായിരുന്നു. വേണമെങ്കിൽ അദ്ദേഹത്തിന് അങ്ങോട്ട് പോകാമായിരുന്നു. പക്ഷേ മഹാത്മാഗാന്ധി ബിർള ഹൗസിലേക്ക് പോയി അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അലി പ്രദേശിന്റെ വീട്ടിലേക്കായിരുന്നു പോയിരുന്നത്. ചിലപ്പോഴൊക്കെ കിലോമീറ്ററുകൾ നടന്നിട്ടാണ് ഗാന്ധി വരിക. അപ്പോൾ ഗാന്ധിജിക്ക് വേണ്ടി ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്യാനുള്ള സംവിധാനം ആ വീട്ടിൽ ഒരുക്കിയിരുന്നു എന്ന് മനോഹരമായ ചിത്രങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. അലി പ്രദേശ് പലപ്പോഴും ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധി എഴുതുന്ന ചില കത്തുകളുണ്ട്. അദ്ദേഹത്തോട് സംബോധന ചെയ്തുകൊണ്ട് എഴുതുകയാണ്, നിങ്ങൾ അവിടെ കിടന്നാൽ പറ്റില്ല, ഒരുമിച്ച് ഒരുപാട് മുന്നേറ്റങ്ങൾ സാധിച്ചെടുക്കേണ്ടതുണ്ട്. നിങ്ങളും കൂടി ഇറങ്ങി വന്നിട്ട് വേണം ഒരുമിച്ച് നിന്ന് ഈ രാജ്യത്തെ ഒരു സമ്പൂർണ്ണ സ്വതന്ത്ര രാജ്യമാക്കി മാറ്റേണ്ടത്. അങ്ങനെ ഒരുമിച്ച് നിന്നപ്പോഴാണ് ഇന്ത്യ മഹാരാജ്യത്തെ മനോഹരമായ ഒരു ഉദ്യാനമായി നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഓരോരുത്തരും ആലോചിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ക്ഷേമമാണ്. മറ്റേതെങ്കിലും രാജ്യത്തെ ഡെവലപ്മെന്റുകളെ പൂർണ്ണാർത്ഥത്തിൽ ഇവിടെ കോപ്പിയടിക്കാൻ സാധിക്കില്ല. മറ്റേതെങ്കിലും രാജ്യത്തെ ഒരു തിയോക്രാറ്റിക് രാജ്യത്തെ നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മുസ്ലിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ചില ആളുകൾ മതരാഷ്ട്രവാദവുമായി ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കണമെന്ന് വാദിക്കാൻ ഒരുങ്ങിയാൽ അതിനാദ്യമേ എതിരെ ശബ്ദിക്കുന്നത് ഇവിടെയുള്ള മുസ്ലിം സഹോദരന്മാരായിരുന്നു. കാരണം അവർ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദം ഈ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയോ മൂല്യങ്ങളെയോ ഇവിടെയുള്ള അടിസ്ഥാന സ്വഭാവങ്ങളെയോ ഹനിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ രാജ്യത്തിന്റെ മൂല്യങ്ങളെ നിലനിർത്താൻ നമുക്ക് കഴിയണം എന്ന ഒരു കൃത്യതയുണ്ട്. പല സ്ഥലങ്ങളിലും സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ മഹാരാജ്യം മുസ്ലിങ്ങളായ മുഗളന്മാർ 800 വർഷത്തോളം ഈ രാജ്യം ഭരിച്ചു. ഈ 800 വർഷം ഭരിച്ചപ്പോൾ ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ അവരാരും ആലോചിച്ചില്ല. അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയില്ല. അതേ സമയത്ത് ഇവിടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും അവരെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തു. മാത്രമല്ല, ഈ രാഷ്ട്രത്തിന് ഒരുപാട് നിർമ്മാണപരമായ വികസനങ്ങളെയും ലോകത്തിന്റെ മുമ്പിൽ എടുത്തു കാണിക്കാവുന്ന ശില്പങ്ങളെയും നിർമ്മാണ ശില്പങ്ങളെയും കൊണ്ടുവരാൻ മുഗളന്മാരായ ഭരണാധികാരികൾക്ക് കഴിഞ്ഞു. ഇന്നും നമ്മൾ മുമ്പിൽ ലോകാത്ഭുതങ്ങളെ എണ്ണുമ്പോൾ മുഗളന്മാരുടെ നിർമ്മിതികൾ നമുക്ക് എടുത്ത് കാണിക്കാനുണ്ട്. ഓരോ സ്വാതന്ത്ര്യ ദിനത്തിലും റിപ്പബ്ലിക് ഡേയിലും ലോകത്തുള്ള എല്ലാ ക്യാമറകളും ഫോക്കസ് ചെയ്യുന്നത് ഡൽഹിയിലെ മനോഹരമായ നിർമ്മിതികളാണ്. അതിവിടെയുള്ള മുഗളന്മാരായ ഭരണാധികാരികൾ ഉണ്ടാക്കിയതാണ്. അഭിമാനപൂർവ്വം അവർ ജീവിച്ച രാജ്യത്തെ പടുത്തുയർത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 800 കൊല്ലത്തിനിടയിൽ എവിടെയെങ്കിലും ഒരു സംഘടിത സ്വഭാവത്തിലോ ഒറ്റപ്പെട്ട സ്വരത്തിലോ മുഗളന്മാർ രാജ്യം വിട്ടു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വാതന്ത്ര്യ സമരമോ ഒരു പ്രതിഷേധ സമരമോ ഉണ്ടായതായി ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നില്ല. 800 കൊല്ലം മുഗളന്മാർക്കെതിരെ ഒരു സ്വാതന്ത്ര്യ സമരം എന്തുകൊണ്ട് ഇവിടെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരും മറ്റു മതക്കാരുമുള്ള രാജ്യത്ത് ഉണ്ടായില്ല എന്ന് ചരിത്രത്തിൽ നിന്ന് ചോദിക്കേണ്ടതുണ്ട്. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ സമരം ചെയ്തു, പോർച്ചുഗീസുകാർക്കെതിരെ നമ്മൾ സമരം ചെയ്തു, ഫ്രഞ്ചുകാർക്കെതിരെ നമ്മൾ സമരം ചെയ്തു, ഒരുപാട് വൈദേശിക ശക്തികൾക്കെതിരെ നമ്മൾ സമരം ചെയ്തു. എന്തായിരുന്നു വ്യത്യാസമെന്ന് ചോദിച്ചാൽ മുഗളന്മാർ ഈ രാജ്യത്തെ നിർമ്മിക്കുകയായിരുന്നു. മുഗളന്മാർ ഈ രാജ്യത്തിന്റെ ആത്മാവിനെ പരീക്ഷിക്കുകയായിരുന്നു.
ആത്മാവിന്റെ പരിരക്ഷ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ മതക്കാർക്കും അവരുടെ മാതൃരാജ്യമായി പരിപാലിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സർവാത്മന വകവെച്ചു കൊടുക്കുകയും പരിരക്ഷിക്കുകയും ചെയ്തപ്പോൾ അവർക്കെതിരെ ഇവിടെ ഒരു മതവിഭാഗങ്ങളും എതിർത്തില്ല. ഇവിടുത്തെ ഒരു സംഘടിത സ്വഭാവവും മുന്നോട്ട് വന്നില്ല. മറിച്ച് എല്ലാ ജനങ്ങളും പറഞ്ഞു ആ ഭരണം ഇവിടെ നിലനിൽക്കണമെന്ന്. പ്രിയമുള്ളവരെ, എന്നാൽ ഇവിടെ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും എല്ലാം വന്ന് നമ്മുടെ രാജ്യത്തിന്റെ ആത്മാവിനെയും ശരീരത്തെയും ഒരുപോലെ കൊള്ളയടിക്കുകയായിരുന്നു. ഇവിടെയുള്ള അമൂല്യമായ രത്നങ്ങൾ കട്ടുകൊണ്ടുപോയി, ഇവിടെയുള്ള പ്രകൃതി വിഭവങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോയി, ഇവിടെയുള്ള കാർഷിക വിളകൾ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഒരു ഓർഫനേജിലാക്കാമോ എന്നായിരുന്നു ബ്രിട്ടീഷുകാരൻ ഇവിടെ ആലോചിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ ഈ രാജ്യത്തിന്റെ ശരീരത്തെ കൊള്ളയടിച്ചപ്പോൾ അവർ ആത്മാവിനെയും മർദ്ദിക്കാൻ മറന്നില്ല. അവരതുകൊണ്ടായിരുന്നു ഇവിടെയുള്ള വ്യത്യസ്ത മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കുകയും ഡിവൈഡ് ചെയ്തുകൊണ്ട് മതങ്ങൾക്കിടയിൽ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചത്. അതിനുവേണ്ടി പല കുതന്ത്രങ്ങളും അവർ ഉപയോഗിച്ചു. അങ്ങനെയായിരുന്നു ശിപായി ലഹളയിലേക്ക് വരുന്നത്, അങ്ങനെയായിരുന്നു മലബാർ കലാപത്തിലേക്ക് വരുന്നത്, അങ്ങനെയായിരുന്നു ഇവിടെ പട്ടാളക്കാർക്കിടയിൽ സമരത്തിന്റെ വിചാരങ്ങൾ ഉയരുന്നത്. ചരിത്രമൊന്നും എണ്ണി പറയേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള മതവിശ്വാസികളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തി പരസ്പരം തല്ലിക്കുക എന്ന ഗൂഢശ്രമം മുന്നോട്ട് വെച്ചപ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന്. നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് നമ്മൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് നമ്മൾ എല്ലാവരും തോളോട് തോളുരുമ്മി നിന്നപ്പോഴാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ടായത്. ഈ വർത്തമാനകാലത്ത് ഞങ്ങളെല്ലാവരും ഒന്നാണ്, ഞങ്ങളെല്ലാവരും ഇന്ത്യക്കാരാണ്, ഞങ്ങളെല്ലാവരും കേരളീയരാണ്, ഞങ്ങളെല്ലാവരും മൂല്യങ്ങളുടെ പ്രതീകങ്ങളാണ് എന്നുറക്കെ വിളിച്ചു പറയാൻ പ്രായോഗികമായി നമുക്ക് സാധിക്കണം. സായാഹ്ന നടത്തത്തിലൂടെ എല്ലാവരും ഒത്തുചേർന്ന് പോകുമ്പോൾ ശബ്ദമോ ബഹളമയങ്ങളോ ഇല്ലാതെ ഞങ്ങൾ ഒരുമിച്ച് നടന്നുകൊണ്ട് ഈ നാട് ഒരുമിച്ച് മുന്നോട്ട് വളരാൻ പ്രതീകാത്മകമായി ഈ അങ്ങാടിയിലൂടെ, ഈ പട്ടണത്തിലൂടെ, കേരളത്തിന്റെ വിരിമാറിലൂടെ സുന്നി യുവജന സംഘം നിങ്ങളെ വിളിക്കുന്നത് നമ്മൾ മനുഷ്യരാണെന്ന അടിസ്ഥാന മൂല്യത്തെ ഉൾക്കൊണ്ട് പരസ്പരം ചേർന്ന് നിൽക്കാനും പരസ്പരം ഒത്തുനിൽക്കാനുമാണ്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ ഓരോരുത്തരും ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് അടുത്ത ഒരു കാലത്ത് ഇന്ത്യ മഹാരാജ്യത്തെ സുഭദ്രമായ ഡെമോക്രാറ്റിക് മൂല്യങ്ങളിൽ, അതുപോലെ തന്നെ സെക്കുലർ മൂല്യങ്ങളിൽ ഈ രാജ്യത്തെ പിടിച്ചു നിർത്താനാവും.